ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഞങ്ങൾ ആദ്യം വന്ന സമയത്ത്, അതായത് ഞാൻ ആദ്യം വന്നൊരു സമയത്തെക്കുറിച്ചാണ്. അതായത് വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംഭവമാണ്. അന്ന് ഞാൻ ജോലി സ്ഥലത്തിൻ്റെ അടുത്തൊന്നല്ല താമസിക്കുന്നത്, അവിടെ നിന്ന് കുറേ ദൂരെയാണ്. അപ്പോൾ കുറേ ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്, അടുത്ത് എവിടെയെങ്കിലും നല്ലൊരു വില്ലയോ അല്ലെങ്കിൽ നല്ലൊരു ചെറിയ റൂമോ കിട്ടുകയാണെങ്കിൽ ചേഞ്ചായിട്ട് വരാമെന്ന്. അപ്പോഴാണെങ്കിൽ എനിക്ക് ഉച്ചയ്ക്ക് വന്ന് റെസ്റ്റ് എടുക്കാനും ഒക്കെ സമയം കിട്ടുമല്ലോ, അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഒരുപാട് സെർച്ച് ചെയ്തെങ്കിലും അന്നൊന്നും അങ്ങനെ നല്ലൊരു വീടോ അല്ലെങ്കിൽ നല്ലൊരു റൂമോ കിട്ടാനുണ്ടായിരുന്നില്ല ആ ഒരു കാലഘട്ടത്തിൽ കേട്ടോ. അങ്ങനെ കുറേ നാളത്തെ അന്വേഷണങ്ങൾക്ക് ഒടുവിൽ ഞങ്ങൾക്ക് അങ്ങനെ ഒരു റൂം ഒത്തു. അപ്പോൾ ഏകദേശം മാസത്തിൻ്റെ ഒരു 15-ാം തീയതിയോട് കൂടിയാണ് ഞങ്ങൾ റൂം മാറണേ. സാധാരണ ഇവിടെ 1 to 30 വരെയാണ് റൂം ഉണ്ടാവുക. അപ്പം നല്ല റൂം ഒത്ത് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ 15-ാം തീയതിയോട് കൂടി റൂം അങ്ങ് മാറി. ഞങ്ങൾ അവിടെ നിന്നെല്ലാം കെട്ടിപ്പറക്കി ഇവിടെ വന്നെങ്കിലും ഞങ്ങൾക്ക് ഉദ്ദേശിച്ചിട്ടുള്ള ആ റൂം റെഡി ആയിട്ടില്ല എന്നാണ് ഓണർ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഞാനും ഹസ്ബൻഡും മാത്രമുള്ളൊരു സമയമാണ് കേട്ടോ. അങ്ങനെ ഞാൻ ആ റൂമിൻ്റെ പുറത്ത് സാധനങ്ങളൊക്കെ വെച്ചിട്ട്, അന്നും എനിക്ക് ഡ്യൂട്ടി ഉണ്ട്, ഞങ്ങൾ പോയി. ഞാൻ എൻ്റെ ഡ്യൂട്ടിക്ക് പോയി, ചാച്ചൻ്റെ ഡ്യൂട്ടിക്കും പോയി. ആദ്യത്തെ ദിവസം അങ്ങനെ അങ്ങ് പോയി. രണ്ടാമത്തെ ദിവസമായപ്പോൾ ഓണർ പറഞ്ഞു, നമുക്കെവിടെയും കിടക്കണമല്ലോ, സാധനങ്ങളൊക്കെ വെക്കണം, കിടക്കണം, നമുക്ക് വാഷ്റൂമിലൊക്കെ പോകണം. അപ്പോൾ ഒരു തൽക്കാലത്തേക്ക് നമുക്കൊരു റൂം ഒപ്പിച്ച് തരാം, ആളുടെ തന്നെ ഒരു ഒഴിവുള്ള റൂം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഓക്കെ, ഏതായാലും കുഴപ്പമില്ല, 15 ദിവസത്തേക്കല്ലേ എന്ന് വിചാരിച്ച്. അങ്ങനെ ആൾ ഞങ്ങൾക്ക് ഒരു റൂം ഒപ്പിച്ചു തന്നു. സൂപ്പർ ഒരു റൂം കേട്ടോ. വൈകുന്നേരം ആയപ്പോൾ കഴിഞ്ഞപ്പോൾ ഞാൻ ഏകദേശം ഒരു 8 മണിയായി കഴിഞ്ഞപ്പോൾ എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നത്. ഞാനും ഹസ്ബൻഡും ഒക്കെ കയറി കണ്ടു. നല്ല സൂപ്പർ റൂം, ഭയങ്കര വലിപ്പമുള്ള റൂം. ഒരു സൈഡ് തൊട്ട് ഒരു അങ്ങറ്റം മുതൽ ഇങ്ങറ്റം വരെ നിറച്ച് കബോർഡിൻ്റെ നിറച്ചും എന്താ പറയുക കണ്ണാടികൾ, അങ്ങനെയൊക്കെയുള്ള ഭയങ്കര രാജകീയ പ്രൗഢിയിലുള്ള ഒരു റൂമാണ്. അപ്പോൾ നല്ല കട്ടിൽ, ഭയങ്കര വലിപ്പമാണ് റൂമിന്. അതും ആരും അത്ര ഉപയോഗിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നല്ല ഒരു ഇരുണ്ട വെളിച്ചമാണെന്ന് മാത്രമേ ഉള്ളൂ. അതൊന്നും ഞങ്ങളത്ര കാര്യമാക്കിയില്ല അന്ന് ആദ്യം കണ്ടപ്പോൾ. ഞങ്ങൾ പറഞ്ഞു ഇത് സ്വർഗം, കാരണം ഞങ്ങൾ നിന്നിട്ടുള്ള റൂമൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതങ്ങ് സ്വർഗമാണ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ശരി ഞങ്ങൾക്ക് ഇത് മതി. പക്ഷേ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞുറപ്പിച്ചു. ഇനി 15 ദിവസത്തെ റേറ്റേ ഞങ്ങൾ തരുള്ളൂ എന്നൊക്കെ. ഇനിയിപ്പോൾ നല്ല റൂമാണെങ്കിൽ ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാമെന്ന് ഞങ്ങൾ വിചാരിച്ചിരുന്നു. ഞങ്ങൾക്ക് പറഞ്ഞിരുന്ന വേറെ റൂമാണല്ലോ, അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് സ്വർഗം. അങ്ങനെ ഇരിക്കുമ്പോൾ രാവിലെ ആയി. ഞങ്ങൾ സുഖമായിട്ട് കിടന്ന് ഉറങ്ങി എണിച്ചു. ചാച്ചൻ്റെ വഴിക്ക് പോയി, ഡ്യൂട്ടി ഉണ്ടായിരുന്നു അന്ന്. ഡ്യൂട്ടിക്ക് പോയി. ഞാൻ എൻ്റെ കാര്യം നോക്കി ഡ്യൂട്ടിക്ക് പോയി. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞല്ലോ, ഉച്ചയ്ക്ക് എനിക്ക് റെസ്റ്റിംഗ് ടൈമിലാണ് ഏറ്റവും ബുദ്ധിമുട്ട്. ഈ ജോലി സ്ഥലത്തിൻ്റെ അടുത്താണെങ്കിൽ എനിക്ക് റെസ്റ്റ് എടുക്കാനായിട്ട് വരാൻ പറ്റും. 1 മണിക്കൂറേ എനിക്ക് റെസ്റ്റിംഗ് ടൈം ഉള്ളൂ. 13 മണിക്കൂറേ എനിക്ക് ഡ്യൂട്ടി. അതിൻ്റെ ഇടയ്ക്ക് 1 മണിക്കൂർ റെസ്റ്റിംഗ് ടൈമാണ്. അപ്പോൾ എനിക്ക് ഓടി വരികയും ചെയ്യണം, വീട്ടിലെ അത്യാവശ്യം പണികളും കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ ഞാൻ ഉച്ചയായപ്പോൾ ഓടി വന്നു. വലിയ റൂം, പുതിയ ഫ്ലാറ്റ്. ഞാൻ ഓടി വന്നു കേട്ടോ. ഞാൻ വന്ന് നോക്കിയപ്പോൾ വാതിൽ ജസ്റ്റ് ഒന്ന് തുറന്ന് കിടക്കുന്നുണ്ട്, മെയിൻ ഡോറിലെ തന്നെ. അപ്പം ഞാൻ വിചാരിച്ചു ആരാണോ. അപ്പോൾ ഓണർ നമ്മളെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഒരു ഫാമിലി 1-2 ഫാമിലിയും കൂടി അവിടെ താമസിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അവിടെ ആരെയും കണ്ടില്ല കേട്ടോ. ഞാൻ നേരെ പോയിട്ട് ഇന്നത്തെ പണികളൊക്കെ അങ്ങ് പെട്ടെന്ന് അങ്ങ് ഒതുക്കി വയ്ക്കാം. അപ്പോൾ വൈകുന്നേരം വരുമ്പോഴത്തേനും എനിക്ക് പിന്നെ ഒരു പണിയില്ലല്ലോ, എനിക്ക് സുഖമായിട്ട് കയറി കിടന്ന് ഉറങ്ങുമോ അല്ലെങ്കിൽ ചാച്ചൻ വരുമ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ പോവുകയോ ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് ഞാനിങ്ങനെ പ്ലാൻ ചെയ്യുക. അപ്പോൾ നേരെ ഞാൻ റൂമിൽ പോയി. റൂമിൽ കയറിയപ്പോൾ തന്നെ ഒരു വല്ലാത്തൊരു മൂകത. ആരും ഉപയോഗിക്കാത്ത ഫ്ലാറ്റാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ തന്നെ ഈ വാതിലിനൊക്കെ ഒരു ചെറിയൊരു പിടുത്തത്തിൻ്റെ ഒരു ശബ്ദം ഉണ്ടല്ലോ, ആ വിജാഗിരിക്കൊക്കെ ഒരു ക്രീന്നൊരു ശബ്ദം. ഓക്കെ ശരി, ഞാൻ എന്നിരുന്നാലും കുഴപ്പമില്ല, ഞാനതൊന്നും അത്ര ബോധേഡായില്ല. റൂമിൽ ചെന്ന് ലൈറ്റ് ഇട്ടപ്പോഴൊക്കെ ഒരു മഞ്ഞ കളർ അങ്ങ് ലൈറ്റ്. ഞങ്ങൾ ഒരുമിച്ചുള്ള സമയത്ത് ഞാൻ അത്ര ബോധേഡായിരുന്നില്ല. പക്ഷെ ഒറ്റയ്ക്കായി കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ മഞ്ഞ വെളിച്ചമൊക്കെ കണ്ടപ്പോൾ അങ്ങ് ശരിക്കും ബുദ്ധിമുട്ടായിട്ടോ. എനിക്കങ്ങ് ഭയങ്കര ടെൻഷനായി. മഞ്ഞ വെളിച്ചം, എന്തോ ഒരു മങ്ങലും എന്തോ ഒരു മൂകതയും പോലെ. ഞാൻ എന്ത് പണി ചെയ്യും, ഇനിയിപ്പോൾ ഒരു ആഹാരം ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു. കാരണം ഞാൻ 2 ദിവസമായിട്ട് ഇങ്ങനെ പുറത്തുനിന്നാണ് കഴിച്ചുകൊണ്ടിരുന്നത് അന്ന്. അപ്പം ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ആഹാരം ഉണ്ടാക്കാം. അരി അടുപ്പത്തിട്ടിട്ട് എന്തെങ്കിലും ഒരു ചെറിയ കറിയും കൂടി വെച്ചാൽ ഞാൻ ചാച്ച വരുമ്പോൾ വേറെ പണിയൊന്നുമില്ലല്ലോ എന്ന് വിചാരിച്ചു. എന്നിട്ട് ഞാൻ നേരെ അടുക്കളയിട്ട് പോയി
പതിയെ കുറച്ച് പാത്രങ്ങളെല്ലാം കഴുകിയെടുത്തു. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിക്കഴിഞ്ഞപ്പോൾ ശരിക്കും പൊടിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു പാത്രങ്ങളിലൊക്കെ. അതെല്ലാം ഞാൻ കഴുകി വെച്ചു. അപ്പോഴൊന്നും ആ പരിസരത്തൊന്നും ഒരാളും ഇല്ല കേട്ടോ. കിച്ചണെന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും എന്താ പറയുക, കുറേ കാലമായിട്ട് ഉപയോഗിക്കാണ്ടിരുന്നുകൊണ്ട് നിറച്ച് പൊടിയൊക്കെ ആയിട്ടിരിക്കണം. ഗ്യാസ് സിലിണ്ടറിന്മേയും ഒക്കെ പൊടിയിരിക്കുക. ഒരുവിധം ഞാൻ അതൊക്കെ തട്ടിക്കളഞ്ഞ് എൻ്റെ പാത്രങ്ങളൊക്കെ കഴുകി ഞാൻ വെച്ചു. അപ്പോഴൊക്കെ എനിക്കൊരു ഫീൽ ചെയ്യുക, എൻ്റെ ബാക്കിൽ ആരോ നിൽക്കുന്നുണ്ട്, പാസ് ചെയ്യുന്നുണ്ട്. പക്ഷെ തിരിഞ്ഞു നോക്കുമ്പോൾ ഒന്നുമില്ല. എനിക്കെന്തോ ഒരു എന്താ പറയുക, ഫിയറോ അല്ലെങ്കിൽ സത്യം പറഞ്ഞാൽ എനിക്ക് ഇങ്ങനത്തെ വിശ്വാസങ്ങളൊന്നുമില്ല കേട്ടോ. ദൈവത്തിലും വിശ്വസിക്കുന്നില്ല, ചെറുത്താനും വിശ്വസിക്കുന്നില്ല, അങ്ങനെ ഒരാളാണ് ഞാൻ പൊതുവെ. പക്ഷെ എനിക്കെന്തോ അവിടെ ഒരു നെഗറ്റീവ് എനർജി ഫീൽ ചെയ്തു നല്ലതായിട്ട്. അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ പാത്രം കഴുകലൊക്കെ അവിടെ നിർത്തി. ഞാൻ കുറച്ച് നേരം മിണ്ടാതെ നിന്നു കേട്ടോ. മിണ്ടാതെ ഞാൻ ആ കിച്ചണിൽ ഇങ്ങനെ നിന്നു. സത്യം പറഞ്ഞാൽ അരി അടപ്പത്തിടാൻ വന്ന ഞാനാണ്. പക്ഷെ ഞാൻ മിണ്ടാതെ കുറച്ച് നേരം ഇങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോൾ എവിടെയോ ഇരുന്നിട്ട് ഇങ്ങനെ കിരികിരിന്ന് സംസാരിക്കുന്ന പോലെ. എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല, അവ്യക്തമായിട്ട് എവിടെയോ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നു. അപ്പം ഞാൻ പതുക്കെ പുറത്തോട്ട് ഇറങ്ങിയിട്ട് നോക്കി. അവിടെ 2 റൂം വേറെ ഉണ്ട്. ഒരു ബാൽക്കണിയും ഉണ്ട്, ഒരു കൊറിഡോറും കൂടി ഉണ്ട്. പക്ഷെ അവിടെ ഒന്നും ആരുമില്ല, ഒരാളുമില്ല. എല്ലാം അടഞ്ഞ് ക്ലോസ് ആയിട്ട് കിടക്കുക. അടുത്തടുത്തടുത്ത് അങ്ങോട്ട് വരുമ്പോഴത്തേനും ഇങ്ങനെ എന്തോ ഒരു ശ്വാസം മുട്ടുന്ന പോലൊരു ശബ്ദം, ഇങ്ങനെ കിതയ്ക്കുന്ന പോലെയൊക്കെ ഒരു ശബ്ദം എനിക്ക് അങ്ങ് ഫീൽ ചെയ്യാൻ തുടങ്ങി. അതുമാത്രമല്ല, ഞാൻ കിച്ചണിൽ നിന്ന് അങ്ങ് ഇറങ്ങിയ പാടെ തന്നെ കിച്ചണിൻ്റെ ഡോറങ്ങ് വലിഞ്ഞു കിട്ടുന്നു. സത്യം പറഞ്ഞാൽ അവിടെ യാതൊരു കാറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ ആ സമയത്ത് അതൊക്കെ കൂടി ആയപ്പോൾ എനിക്ക് ശരിക്കും പേടിയായിട്ടോ. ഞാൻ ഒരുവിധം ബാൽക്കണിയുടെ അവിടെ എത്തി. ബാൽക്കണിയിൽ നിന്ന് പുറത്തോട്ട് നോക്കി. ബാൽക്കണിയൊക്കെ ഉണ്ടെങ്കിൽ പോലും ആ ബാൽക്കണി സത്യം പറഞ്ഞാൽ റോട്ടിലേട്ടും അല്ല, എന്നാൽ പുറത്തോട്ടായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു ബാൽക്കണി. അവിടെ നിന്ന് ഒരു മനുഷ്യനെയും കാണാനും പറ്റത്തില്ല, ഇവിടെ ആരാ നിൽക്കണേന്ന് ആർക്കും അറിയാനും പറ്റത്തില്ല. മൊത്തത്തിലൊരു നിഴൽ നിറഞ്ഞൊരു വീട്, അതും അരണ്ട മഞ്ഞ വെളിച്ചം. എന്താ പറയുക, നാടകത്തിലെ ഒരു അന്തരീക്ഷം ഉണ്ടല്ലോ, അതേപോലത്തുള്ള മഞ്ഞ വെളിച്ചവും അതുപോലത്തെ ഒരു കർട്ടനും പരിപാടിയല്ല. എനിക്ക് മൊത്തത്തിലൊരു നെഗറ്റീവ് അടിച്ചിട്ട് അന്ന് ഞാൻ ഒന്നും കുക്ക് ചെയ്യാനൊന്നും പോയില്ല. നേരെ ഞാൻ റൂമും ക്ലോസ് ചെയ്തിട്ട് നേരെ ഞാൻ എൻ്റെ ഷോപ്പിലോട്ട് ഞാൻ തിരിച്ചു പോയി. നടന്ന ഷോപ്പിലെത്തിയെങ്കിലും എനിക്ക് ഇനി 8 മണിയാകുമ്പോൾ ഞാൻ ഇതിനകത്തോട്ട് തന്നെ ആണല്ലോ ദൈവമേ വരേണ്ടതെന്ന് വിചാരിച്ച് ഞാനിങ്ങനെ നല്ല ടെൻഷനിലാണ് ഉണ്ടായിരുന്നത്. കാരണം ഞാൻ എത്തിക്കഴിഞ്ഞാൽ ചില ദിവസങ്ങൾ ചാച്ചനെത്താറ്. അപ്പോൾ ഞാനിങ്ങനെ അതൊക്കെ ഓർത്ത് ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. ഇവിടെ വന്ന ആരും ഉണ്ടാവത്തുമില്ല. ഞാനിനി രാത്രി എന്തെങ്കിലും കണ്ടിനി പേടിച്ച് എന്ത് ചെയ്യും എന്നൊക്കെയുള്ളൊരു ടെൻഷനായി എനിക്ക്. അങ്ങനെ ഞാൻ രാത്രിയായി, ഒരു 8 മണിയായപ്പോൾ എൻ്റെ ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞ് പരമാവധി ഞാൻ അവിടെ ഇവിടെയൊക്കെ ആങ്ങി തൂങ്ങി നിന്ന് ഞാൻ ഒരു 8:30 ആയപ്പോൾ തന്നെ റൂമിലെത്തി. സത്യം പറഞ്ഞാൽ 5 മിനിറ്റിന് നടത്തേ ഉള്ളൂ എനിക്ക് വീട്ടിൽ നിന്ന് കടയിലോട്ടും അതുപോലെ കടയിൽ നിന്ന് വീട്ടിലോട്ടും. പക്ഷെ ഞാൻ ഒരു അരമണിക്കൂറിലെത്തി. ഫ്ലാറ്റായതുകൊണ്ട് ഫ്ലാറ്റുകൾ തമ്മിൽ അങ്ങോട്ടും വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ ഡോറുകൾ അത്ര മാത്രമേ ഉള്ളൂ. പരസ്പരം ബന്ധിപ്പിക്കുന്ന യാതൊന്നുമില്ല. അവിടെ പുറത്ത് ആരെയും കാണാറില്ല, ഒരു ഫ്ലാറ്റിൻ്റെയും പുറത്ത് ആരെയും കാണാറില്ല. ഫ്ലാറ്റിൻ്റെ ഉള്ളിൽ ആരൊക്കെ ഉണ്ടെന്ന് ഓണർ പറയുന്നതല്ലാണ്ട് ഇന്ന് ആ ഒരു സമയം വരെ ഞാൻ ആരെയും കണ്ടിട്ടില്ല. 2 ഫാമിലി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും ഒരാളെ കാണണ്ടേ? ആരുമില്ല. അറ്റ്ലീസ്റ്റ് ഒരു തവണയെങ്കിലും നമ്മൾ കുളിക്കുമ്പോഴോ പല്ലേക്കുമ്പോഴോ എപ്പോഴെങ്കിലും ഒരു നേരത്ത് പുറത്തിറങ്ങുമല്ലോ ഇവർ. പക്ഷെ അപ്പോഴൊന്നും ഇറങ്ങിയതായിട്ട് ഞാൻ കണ്ടിട്ടില്ല, ഹസ്ബൻഡും കണ്ടതായിട്ടില്ല. അപ്പോൾ ഞാൻ ഉച്ചയായി കഴിഞ്ഞപ്പോൾ ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് കാര്യം വിളിച്ച് പറഞ്ഞിരുന്നു. എന്നാലും പുള്ളി പറഞ്ഞു ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന അത്ര നേരത്തെ വരാം എന്ന് പറഞ്ഞു. ഞാൻ ഒരുവിധം ധൈര്യം സംഭരിച്ച് ഞാൻ ആ ഫ്ലാറ്റിലോട്ട് ഞാൻ കയറി ചെന്നപ്പോൾ വാതിൽ അടഞ്ഞു കിടക്കുവാണ്. ഉച്ചയ്ക്ക് ഞാൻ ചെന്നപ്പോൾ തുറന്നു കിടക്കുമായിരുന്നു. ഓക്കെ, ഇതിപ്പോൾ അടഞ്ഞു കിടക്കുക. ഞാൻ ചാവി ഉപയോഗിച്ച് ലോക്ക് തുറക്കാൻ നോക്കിയിട്ട് ഈ വാതിൽ ഇത് തുറയുന്നില്ല. സത്യം പറഞ്ഞാൽ ലോക്കില്ല അതിനകത്ത്. അതായത് ലോക്കാവുമ്പോൾ നമുക്കൊരു ഒരു ചതുരം പോലത്തെ സാധനം വന്നിട്ട് ഇങ്ങനെ അടഞ്ഞിട്ടാണ് അത് ബന്ധാവുക. പക്ഷേ ഇതിനകത്ത് ലോക്ക് തുറന്നു, ടിക് ടിക് എന്ന് കാണിച്ചാൽ ലോക്ക് തുറന്നു. പക്ഷേ ഈ വാതിൽ തള്ളിയിട്ട് അതിട്ട് തുറയുന്നില്ല. ഞാൻ പിരിച്ചൊക്കെ നോക്കി, പക്ഷേ ഈ സാധനം അങ്ങ് തുറന്നു പോകുന്നില്ല. കുറേ നേരം തള്ളി പിരിച്ചിട്ട്, പക്ഷെ എന്നിട്ട് ആരും അവിടെ നിന്നിട്ട് തള്ളി ഇങ്ങനെ പിടിച്ചിട്ടുള്ള പോലെ എനിക്കങ്ങ് ഫീൽ ചെയ്യുക. കുറേ നേരം ഞാൻ പിന്നെ അവിടെ 2 സ്റ്റെപ്പ് ഉണ്ട്, ഞാൻ അവിടെ കുറേ നേരം ഇരുന്നു. അതിനുശേഷം ഞാൻ ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ ചെന്ന് വെറുതെ തുറന്നപ്പോൾ അത് ഓപ്പണായി.
അപ്പം തന്നെ എനിക്ക് കുറച്ച് ഡാർക്ക് അടിച്ച്. അപ്പോൾ ലൈറ്റൊന്നുമില്ല, ഇരുട്ട് മൂടി കിടക്കുക. ഞാൻ ഒരു വിധം തപ്പി കണ്ടുപിടിച്ച് അവിടുത്തെ ലൈറ്റ് ഇട്ടു. ആ കോറിഡോറിലെ ലൈറ്റ് ഇട്ടിട്ട് വേണം എനിക്ക് എൻ്റെ ഡോറിലോട്ട് പോകാൻ. ലൈറ്റ് ഇട്ട് കഴിഞ്ഞപ്പോൾ ലൈറ്റ് ഇങ്ങനെ ബ്ലിങ് 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 ഇങ്ങനെ ആയിട്ട് കുറച്ച് പയ്യനെ ലൈറ്റായ. അതുവരെ ഞാൻ ഡോറിൻ്റെ പുറത്തിങ്ങനെ നിന്നു ഞാനിങ്ങനെ വീക്ഷിച്ച് ചുറ്റും ഇവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന്. അതിനുശേഷം ഞാൻ പതിയെ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ വാതിൽ പൊട്ടയെന്നും പറഞ്ഞാൽ അടഞ്ഞു കേട്ടോ. കാറ്റൊന്നും ഇല്ല അവിടെ. പക്ഷെ ആ ഡോറിന് ബാലൻസ് ഇല്ല. നമ്മൾ തുറന്നങ്ങ് പോവും, അടഞ്ഞങ്ങ് പോവും. അങ്ങനെ ഒരു പരിവാണ്. അപ്പം ഞാൻ ഒരു എന്താ പറയുക ധൈര്യം സംഭരിച്ചിട്ട് ഞാൻ എന്തായാലും എനിക്ക് കയറിപ്പോയാലേ പറ്റൂ. ഞാൻ വെച്ചാൽ എൻ്റെ ഡോറ് തുറന്നു കഴിഞ്ഞാൽ എനിക്ക് അകത്ത് കയറിയിട്ട് സേഫ് ആവാം എന്ന് വിചാരിച്ചു. ഒരുവിധം ഞാൻ അകത്തോട്ട് കയറി കഴിഞ്ഞ് ഞാൻ ആ എൻ്റെ ഡോറിൻ്റെ അതിനകത്ത് ചാവിയിട്ട് തിരിച്ച് ഞാനത് തുറന്നു. അകത്ത് കയറിയപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. കാരണം അവിടെ നിറച്ച് ഇരുട്ടും ഒരുമാതിരി എന്താ പറയുക ഡിസ്കോ ഡാൻസിൽ കളിക്കത്തില്ലേ അതുപോലെ ലൈറ്റ് ഇങ്ങനെ മങ്ങി പല ലൈറ്റുകളാണ്. വയലറ്റ്, ചുവപ്പ്, റോസ്, ഇങ്ങനെ പല ലൈറ്റുകൾ. പിന്നെ ഞാൻ കുറേ പ്രാവശ്യം സ്വിച്ച് ബോർഡിലൊക്കെ ഒന്ന് ഇങ്ങനെ പല രീതിയിൽ അമർത്തി വെച്ച് കഴിഞ്ഞപ്പോൾ നോർമൽ ലൈറ്റായി. കാരണം അതിനകത്ത് പല സെറ്റിങ്സാണ്, പല ലൈറ്റ് മോഡും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ പുതിയതല്ലേ, നമുക്ക് അറിയത്തില്ലല്ലോ. അതൊക്കെ കൂടി ആയപ്പോൾ എനിക്കങ്ങ് ടെൻഷനായി. ലൈറ്റാണ് തുറന്നു വന്നപ്പോൾ നിറച്ച് കണ്ണാടി ചുറ്റിലും എല്ലാത്തിലും എന്നെയും കൂടി കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി കേട്ടോ. പിന്നെ ഒരുവിധം ഞാൻ ബാഗൊക്കെ വെച്ച് ഞാൻ ആ ബെഡിൽ കുറേ നേരം ഇരുന്നു. എന്ത് ചെയ്താണ്ടത് വൈഫൈ കിട്ടുന്നില്ല. എനിക്ക് ആകെ ടെൻഷൻ എന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ ഇവിടെ നിന്ന് തുറക്കാനായിട്ട് വേറൊരു ഇതില്ല, എന്താ പറയുക ഒരു ജാലകവും അങ്ങനെയൊന്നുമില്ല. മൊത്തത്തിൽ എൻ്റെ കണ്ണാടി നിരത്തിയൊരു റൂം. എന്താണ് അതിന് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അന്നത്തെ ദിവസം അങ്ങനെ അങ്ങ് പോയി. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് വന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഇത് ഭയങ്കര നെഗറ്റീവാണ് കേട്ടോ എനിക്കിതിനകത്ത് പറ്റുന്നില്ല, വീർപ്പ് മുട്ടുന്ന പോലെ. പ്രത്യേകിച്ച് വലിയക്കാട്ടൊരു ഫ്ലാറ്റാണ്. സത്യം പറഞ്ഞാൽ രണ്ടുപേരും നിൽക്കാൻ അത്രയും ഒരു വലിയ ഫ്ലാറ്റിൻ്റെ ആവശ്യമില്ല. കാരണം നമുക്കങ്ങ് ഭയങ്കരമായിട്ടൊരു മൂകത അടിക്കുന്നു. അതും ആ ഫ്ലാറ്റിൽ മൊത്തം ആരും ഉപയോഗിക്കാണ്ട് ബാൽക്കണിയൊക്കെ എപ്പോഴൊക്കെ തുറന്ന് കിടന്നുമൊക്കെ ആയിട്ട് നിറച്ച് പൊടിക്കാറ്റ് പിടിച്ചോണം. പൊടി എല്ലാത്തിലും പൊടിയാണ്. അപ്പോൾ അതും അതിൻ്റെ ഒരു സ്മെല്ലും ഒരു ജീർണിച്ച മണം. ഫ്രിഡ്ജൊക്കെ തുറന്നു കഴിഞ്ഞാൽ ഒരു ജീർണിച്ചൊരു മരണം, എന്തോ ചത്തു കിടക്കുന്നൊരു മണമാണ് അതിനകത്ത്. സത്യം പറഞ്ഞാൽ എനിക്കങ്ങ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആ ദിവസങ്ങൾ. അത് കഴിഞ്ഞ് രാവിലെ നമ്മൾ പാല് തിളപ്പിക്കാമെന്ന് ചോദിച്ചാൽ പാലൊക്കെ അങ്ങ് പിരിഞ്ഞു പോവുക. അവിടെ ഞങ്ങൾ 15 ദിവസത്തോളം എങ്ങനെയോ വീർപ്പൂട്ടി കഴിഞ്ഞു. ആ ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളാണ്. ഞാൻ പിന്നെ എനിക്കങ്ങ് പറ്റാണ്ടായി കേട്ടോ. എനിക്കത് സഹിക്കാൻ പറ്റാണ്ടായി. അങ്ങനെ ഞാൻ എന്തെങ്കിലും ആവട്ടെ, ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞാൽ നമുക്ക് ഉറക്കവും വരത്തില്ല. കാരണം ഉറങ്ങാൻ കിടക്കുമ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു ഭിത്തിൻ്റെ മണ്ടയ്ക്ക് നിന്നിട്ട് ആരോ ചവിട്ടി മെതിക്കുന്ന പോലെ ഒരു ശബ്ദം, വല്ലാത്ത ശബ്ദമാണത്. നമ്മളിങ്ങനെ ചെക്കോർത്ത് കിടക്കുമ്പോൾ ഉറങ്ങാം എന്ന് വിചാരിച്ച് എത്ര ക്ഷീണിച്ച് നമ്മൾ കിടന്നാൽ പോലും ഈ ശബ്ദം കാരണം അതാണ് നമ്മുടെ ചുവട്ടിലോട്ട് മുഴുകി ഒരു വലിയ പൊട്ടിത്തെറിക്കുന്ന പോലെ ശബ്ദമൊക്കെ ആവുക. അത് കഴിഞ്ഞ് ഭയങ്കര അതായത് ആരോ നടക്കുന്ന പോലെ അങ്ങ് നമുക്ക് ഫീൽ ചെയ്യുക. അത് ചവിട്ടി നമ്മുടെ അടുത്തോട്ട് വരുന്ന പോലെ നമുക്കങ്ങ് ഫീൽ ചെയ്യുക. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പിന്നെ ലൈറ്റ് ഓൺ ചെയ്തിട്ടിട്ട് ഉറങ്ങാൻ തുടങ്ങി കേട്ടോ. അത് കഴിഞ്ഞ് പിറ്റേ ദിവസമൊക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് ഈ പറയുന്ന ഓണറെ വിളിച്ച് ചോദിച്ചു ഇവിടെ ആരും താമസിക്കുന്നുണ്ടോ, സത്യത്തിൽ ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഞങ്ങൾക്ക് ഇവിടെ മുകളിൽ ആരാ താമസിക്കണേ, കാരണം ഇവിടെ ഭയങ്കര ശബ്ദമായിട്ട് ഉറങ്ങാൻ പോലും പറ്റിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അവിടെ ഒരു ലേഡി താമസിക്കുന്നുണ്ട് നിങ്ങളുടെ റൂമിൽ തന്നെ, നിങ്ങൾ കണ്ടില്ലേ എന്ന് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു ഇല്ല. എന്നാൽ പിന്നെ അവർ ഡ്യൂട്ടിക്ക് പോയേക്കുമായിരിക്കും, അവർ തിരിച്ച് വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാണാൻ പറ്റും എന്ന് പറഞ്ഞു. ഞങ്ങളത് അപ്പോൾ ഒരാൾ താമസിക്കുന്നുണ്ടല്ലോ, ഒരു ജീവൻ അവിടെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചു. നമ്മളെപ്പോലെ തന്നെയാണല്ലോ ഒരു മനുഷ്യൻ, അപ്പോൾ അവിടെ താമസിക്കാൻ പറ്റുന്നൊരു സ്ഥലമാണെന്ന് വിചാരിച്ച് പിന്നെ ഞങ്ങൾ കണ്ടിന്യൂ ചെയ്തു. അത് കഴിഞ്ഞ് അന്നും ഞങ്ങൾ ഡ്യൂട്ടിക്കൊക്കെ പോയി. ഞാനാണ് ഉച്ചയ്ക്ക് പിന്നെയും വരുന്നത്. ഉച്ചയ്ക്ക് വന്നു. ഞാൻ വിചാരിച്ചു ഇനി ഒന്നും ഉണ്ടാക്കണ്ട, 15 ദിവസമല്ലേ ഉള്ളൂ, മിണ്ടാതിരിക്കും. ഞാൻ റൂമിൽ കയറി എന്നാൽ കുറച്ച് നേരം ഉറങ്ങാം എന്ന് വിചാരിച്ച് കണ്ണടച്ച് കിടക്കുവാണ്. അത് കഴിഞ്ഞ് ഞാൻ ഡോറൊക്കെ ശരിക്കും പൂട്ടിയിട്ടാണ് കിടന്നത്, കാരണം ഈ പേടിയുള്ളത് കൊണ്ടേ. അത് ഞാൻ ഉറക്കത്തിൽ ഇങ്ങനെ കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ എനിക്ക് ഡോറ് തുറന്ന് കിടക്കുന്നു. അത് എനിക്ക് ബെഡിൽ കിടന്നാൽ കാണാം പുറത്തോട്ട്, അതായത് കോറിഡോർ എനിക്ക് കാണാം. ഞാനിങ്ങനെ കണ്ണ് തുറന്ന് വന്നതും ആരും അങ്ങോട്ട് പാസ് ചെയ്യുന്ന പോലെ തോന്നി. ഞാൻ ഇവിടെ നിന്ന് എണീച്ച് ഒരൊറ്റ ഓട്ടത്തിന് ആരാന്നറിയണമല്ലോ ഓടിച്ചെന്നു. കാരണം ഒരാളവിടെ താമസിക്കുന്നുണ്ടെന്ന് അറിയാമല്ലോ. അപ്പം ഞാൻ ആരാന്നറിയാൻ വേണ്ടി ഓടിച്ചെന്നു.
അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ആരുമില്ല, ഒരാളുമില്ല. ആ ഓട്ടം ഞാൻ നേരെ പുറത്തോട്ടാണ് ഓടിയത്. ഞാൻ പിന്നെ റൂം പൂട്ടാനോ ഒന്നും നോക്കാൻ പോയില്ല, ഞാൻ നേരെ പുറത്തോട്ട് ഓടിപ്പോയി. അന്ന് നേരെ ഞാൻ ഡ്യൂട്ടിക്ക് വേണ്ടി അങ്ങ് പോയി. അത് കഴിഞ്ഞ് വൈകുന്നേരം വന്നപ്പോൾ ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് കാര്യം പറഞ്ഞു. അത് കഴിഞ്ഞ് ഹസ്ബൻഡ് പറഞ്ഞു നിനക്ക് തോന്നിയതായിരിക്കും എന്ന് പറഞ്ഞു കേട്ടോ. അതിനുശേഷം ഞങ്ങൾ പിന്നെയും പുറത്തുനിന്നൊക്കെ ആഹാരം കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ കിടന്ന് ഉറങ്ങിയിട്ടില്ല. ഉറക്കമൊന്നും വന്ന് ഞങ്ങൾക്കങ്ങ് ടെൻഷൻ കൊണ്ട് ഉറങ്ങാൻ പറ്റുന്നില്ല സത്യം പറഞ്ഞാൽ. അന്നാണ് ഹെവി ജോലിയുള്ള സമയം, 13 മണിക്കൂർ ഓവർ ടൈമും കാര്യങ്ങളെന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഡ്യൂട്ടിയാണ്. ഹസ്ബൻഡിനും അതുപോലെ തന്നെ ഓവർ ടൈമൊക്കെ കഴിഞ്ഞ ആൾ വരുന്നത്. അപ്പോൾ മൊത്തത്തിൽ ഇവിടെ ഒരു ഇരുൾച്ചയും, നമുക്കൊന്നും പറ്റുന്നില്ല, ഉറക്കം പ്രോപ്പർ ആവുന്നില്ല, നമുക്ക് ഫുഡ് റെഡി ആവുന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് ഒരാൾ കുളിക്കണമെങ്കിൽ, അതായത് ഞാൻ കുളിക്കാൻ പോകണമെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ പുറത്ത് നിൽക്കണം, എന്നാൽ മാത്രമേ എനിക്ക് കുളിക്കാൻ പോകാൻ ധൈര്യമുള്ളൂ. വാഷ്റൂമിൽ പോകണമെങ്കിൽ അങ്ങനെ തന്നെ. അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഞങ്ങൾ മൊത്തത്തിൽ അങ്ങ് ഡിസ്റ്റർബ്ഡായി, ഭയങ്കര ഡിസപ്പോയിൻറ്റഡുമായി. ഇത്രയും നല്ല റൂം കിട്ടിയിട്ട് നമുക്കതൊന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. നല്ല പ്രൈവസിയും കാര്യങ്ങളും ഉണ്ട്, എന്നിട്ട് പോലും. അങ്ങനെയൊക്കെ വിചാരിച്ച് ഞങ്ങൾ സംസാരിച്ച് ഇങ്ങനെ കിടന്നുകൊണ്ടിരിക്കുമ്പോൾ കഴിഞ്ഞ ദിവസത്തെ പോലെ അതേ ശബ്ദം നമ്മുടെ തലയിലോട്ട് കൂടം വെച്ച് കൊട്ടുന്ന പോലത്തെ ഒരു ശബ്ദമാണ്. അതിങ്ങനെ നമ്മൾ ചെക്ക് ഓർക്കും തോറും നമുക്ക് അങ്ങ് കൂടി വരിക. സാഹിയായിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ധൈര്യപ്പെട്ട് ഫോണൊക്കെ എടുത്ത് കൈ പിടിച്ചിട്ട് ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി. 2 റൂമിലും ആളുണ്ടെന്നല്ലേ പറഞ്ഞു. എന്നാൽ പിന്നെ നമുക്ക് കൊട്ടി വിളിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ വിളിച്ചു, കുറേ നേരം കൊട്ടി. ആ റൂമിൻ്റെ 2 അറ്റത്തും പോയി ഞങ്ങൾ കുറേ നേരം കൊട്ടി കേട്ടോ. പക്ഷെ അതിനകത്തൊന്നും ആരും ഇറങ്ങി വന്നില്ല. പിറ്റേ ദിവസം ഒരു സൺഡേ ആയിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് 2 പേർക്കും നമ്മൾ 2 പേരുണ്ടല്ലോ എന്ന് വിചാരിച്ച് ധൈര്യപൂർവ്വം ഞാൻ കിച്ചണിൽ പോയി ആഹാരമൊക്കെ വയ്ക്കാം എന്ന് വിചാരിച്ച് ഇങ്ങനെ നിൽക്കുക. ഞാൻ ബാക്കോട്ട് തിരിഞ്ഞ് ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോഴെനിക്കിങ്ങനെ ഫീൽ ചെയ്തു എന്തോ ഒരു സാധനം എൻ്റെ പുറകെ കൂടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു. അപ്പം ഞാൻ ഇങ്ങനെ ചെവിയോർത്ത് ഞാൻ ഇങ്ങനെ ലക്ഷ്യം വെച്ചിട്ട് ഞാൻ തിരിഞ്ഞ് നോക്കാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്നു കേട്ടോ. വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഒരൊറ്റ തിരിഞ്ഞ് നോക്കിയപ്പോൾ എന്ത് സാധനമാണെന്ന് എനിക്ക് അറിയത്തില്ല. എന്തോ ഒരു സാധനം, ഒരു നിഴൽ പോലെ തോന്നുന്നു അങ്ങ് പാസ് ചെയ്ത് പോകുന്ന പോലെ എനിക്ക് തോന്നി. അത് കഴിഞ്ഞ് ഞാൻ വേണ്ട, സാരമില്ല, ഇനി ഹസ്ബൻഡിൻ്റെ അടുത്തൊന്നും പറയണ്ടെന്ന് വിചാരിച്ച് ഇങ്ങനെ മിണ്ടാതെ നിന്നു. പിന്നെയും ഞാൻ എൻ്റെ പണികളിൽ തന്നെ മുഴങ്ങി നിന്നു കേട്ടോ. പക്ഷെ അപ്പോഴൊരു ചങ്കല ഇങ്ങനെ വലിച്ചുകൊണ്ട് പോകുന്ന പോലെ അങ്ങനെ എനിക്ക് ഫീൽ ചെയ്യുക. ചങ്കല വലിച്ചിട്ട് എങ്ങോട്ടോ പോകുന്ന പോലെ. അത് ഞാൻ പണി നിർത്തി കേട്ടോ. പണിയെല്ലാം നിർത്തി ഞാൻ പറഞ്ഞു ഹസ്ബൻഡ് അടുത്ത് ആ റൂമിൽ നിന്ന് എന്തോ ചങ്കല വലിക്കുന്ന ഒച്ച കേൾക്കുന്നുണ്ടോ, ഒന്ന് ചെക്കോർത്ത് നിൽക്കാവോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഓക്കെ ശരി എന്ന് പറഞ്ഞ് ഞങ്ങൾ 2 പേരും ചെക്കോർത്ത് നിന്നു കേട്ടോ. അപ്പോൾ ശരിയാണ്, ചങ്കല എന്തോ വലിഞ്ഞിങ്ങനെ പോകുന്നൊരു ശബ്ദം ആ റൂമിൽ നിന്ന്. അങ്ങനെ ഞങ്ങൾ 2 പേരോട് പേടിച്ച് കുറച്ച് എങ്ങനെയൊക്കെയാണോ ഞങ്ങളൊരു 10 ദിവസം കൂടി അവിടെ കഴിഞ്ഞു കൂടി. അതിനുശേഷം ഞങ്ങൾ ഓണറുടെ അടുത്ത് പറഞ്ഞു ഞങ്ങൾക്കിവിടെ പറ്റത്തില്ല, എന്ത് വന്നാലും ഞങ്ങൾക്കിവിടെ പറ്റത്തില്ല, അവിടെ എന്തോ പ്രശ്നമുണ്ട്, നെഗറ്റീവ് എനർജിയോ എന്തോ. ഞാനിങ്ങനെ എനിക്ക് എന്താ പറയുക, അങ്ങനെ ഭയങ്കര വിശ്വാസങ്ങളൊന്നുമില്ല, ദൈവത്തിലാണെങ്കിലും ശരി എന്തിനാണെങ്കിലും ശരി അങ്ങനെ വിശ്വാസമൊന്നുമില്ല. പക്ഷേ ഈ ഒരു അനുഭവം എനിക്ക് ഓർക്കുമ്പോൾ തന്നെ എനിക്ക് ടെൻഷൻ ആവുന്നൊരു കാര്യമാണ് കേട്ടോ. അങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ടായി. അത് നമ്മൾ ഈ മാത്രം ഉള്ളപ്പോഴേ ഇങ്ങനെയൊക്കെ ഒരു നമ്മൾ തന്നെ എൻജോയ്മെൻറ്റ് ചെയ്യുന്നൊരു സമയമല്ലേ. പക്ഷേ ഇങ്ങനൊരു അനുഭവം എനിക്ക് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല അത് എനിക്ക് അനുഭവപ്പെടേണ്ടി വരുമെന്ന്. ആരും പറഞ്ഞാലും വിശ്വസിക്കത്തില്ല. ഇതൊക്കെ ആരെങ്കിലും ഇന്നത്തെ കാലത്ത് പറഞ്ഞാൽ വിശ്വസിക്കുമെന്ന് പോലും അറിയത്തില്ല. ഇങ്ങനെയോ 10 ദിവസം പാസ്സാക്കിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് റൂം മാറിപ്പോയി. ഞങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള റൂം അപ്പോഴത്തേക്കും ശരിയായിരുന്നു. സത്യം പറഞ്ഞാൽ 15 ദിവസം ഞങ്ങളവിടെ നിൽക്കേണ്ടതാണ്. പക്ഷേ ഞങ്ങൾക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല, അത്രയും നെഗറ്റിവിറ്റി ആയിരുന്നു അതിനകത്ത്. അതിൻ്റെ തൊട്ടപ്പുറത്തെ ഫ്ലാറ്റിലോട്ട് ഞങ്ങൾ മാറി. അവിടെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പിന്നെ ഹാപ്പിയായി. കാരണം കുറേ ആൾക്കാരുണ്ടായിരുന്നു, മലയാളികളുണ്ടായിരുന്നു നമ്മളെപ്പോലെ തന്നെ അപ്പുറത്തപ്പുറത്തൊക്കെ റൂമിൽ. അതൊന്നും പിന്നെ ഞാൻ ആരോടും പറയാനോ കാര്യങ്ങളോ പോയിട്ടില്ല. പക്ഷെ ആ റൂം താണ്ടിക്കൊണ്ട് ഞങ്ങളുടെ റൂമിലോട്ട് അപ്പോഴും പോകാൻ അപ്പോഴും എനിക്കൊരു പേടിയായിരുന്നു സത്യം പറഞ്ഞാൽ. ഈ റൂമിൻ്റെ അടുത്തോട്ട് വരുമ്പോൾ ചില ദിവസം തുറന്ന് കിടക്കുന്ന കാണാം, ചില ദിവസം അടഞ്ഞു കിടക്കുന്ന കാണാം, ചില ദിവസം നമ്മൾ പുറത്തിറങ്ങിങ്ങനെ നോക്കുമ്പോൾ എന്തോ ഒരു വസ്തു നമ്മളെടുത്തിട്ട് ഇങ്ങനെ അടുത്തടുത്തടുത്തടുത്ത് വരുന്ന പോലെ നമുക്കൊരു ഫീലാവും. ഇതൊരു വ്യക്തി അടുത്തോട്ട് വരുന്ന പോലൊരു ഫീല്. അതെങ്ങനെ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാമെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യണേ കമൻറ്റ് ബോക്സിൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. എന്നാൽ ഞാൻ തുടർന്ന് ഇതുപോലുള്ള അനുഭവങ്ങളും കാര്യങ്ങളും പങ്കുവയ്ക്കുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് തന്നെ ബൈ. ഓക്കെ, സീ യു.